ഹലോ ഓൾ, ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ കുറച്ച് നാളിന് മുമ്പ് ക്രിപ്റ്റോ കറൻസി ആൻഡ് ബ്ലോക്ക് ചെയിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു ഇതിനെപ്പറ്റി കൂടുതലായി വീഡിയോസ് നമ്മൾ ചെയ്യാമെന്ന് നമ്മളൊരു പ്രോമിസ് ചെയ്തിരുന്നു. അപ്പം ഇന്ന് നമ്മൾ എന്താണ് ഈ ക്രിപ്റ്റോ മൈനിങ്ങിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എക്കോസിസ്റ്റത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ്. ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാം. ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് ഒരാൾ സ്വായത്തമാക്കുന്നത്? അതിന് 2-3 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ്, ഇപ്പം ബിനാൻസ്, കോയിൻ ബേസ് അതുപോലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് നമ്മുടെ നോർമൽ പണം കൊടുത്തിട്ട് നമുക്കത് വാങ്ങിക്കാം. രണ്ടാമത്തേത്, നമ്മൾ സാധാരണ ഒരു സാധനം വിൽക്കുകയോ അല്ലെ സർവീസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ കറൻസിയിൽ, അതായത് ഡോളർ അല്ലെ റുപ്പീസിൽ വിൽക്കുന്ന പോലെ ക്രിപ്റ്റോ കറൻസി അലൗഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ട്രാൻസാക്ഷനിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതാണ് ക്രിപ്റ്റോ മൈനിങ്. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം ഈ വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ്, അതായത് ബിറ്റ്കോയിന്, എത്തീറിയം ഒക്കെ ഈ ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഈ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് വെരിഫൈയും വാലിഡേറ്റും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പുതിയ കോയിൻസ് ജനറേറ്റ് ചെയ്യുന്നത് ഈ പ്രോസസ്സിൽ കൂടെയാണ്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഒരു ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഈ മൈനേഴ്സ് ഈ ഒരു കമ്പ്യൂട്ടറിൽ ഈ നെറ്റ്വർക്കിലുള്ള ഒരു മാത്തമാറ്റിക്കൽ പസില് സോൾവ് ചെയ്യും. അതായത് കമ്പ്യൂട്ടർ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യപ്പെടും, അത് വാലിഡേറ്റ് ചെയ്യപ്പെടും. അത് ഒരു പുതിയ ബ്ലോക്കായിട്ട് ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ആഡ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സിൽ പുതിയ കോയിൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ക്രിയേറ്റ് ചെയ്യുന്ന കോയിൻസ് ആണ് ഈ മൈനർ ആദ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മൈനർക്ക് റിവാർഡായിട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ബേസിക്സ് എന്ന് പറയുന്നത്. ഈ ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിന്റെ പർപ്പസ്, അതായത് ഉദ്ദേശങ്ങൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ 2 ബേസിക് ആയിട്ടുള്ള പർപ്പസ് ആണ്. ഒന്ന്, പറഞ്ഞതുപോലെ ഈ വെരിഫൈ വാലിഡേഷൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഇപ്പം RBI അല്ലെ ബാങ്ക്സ് ഒക്കെ മറ്റുള്ള ട്രാൻസാക്ഷനിൽ ഇന്റർമീഡിയറീസ് ഉള്ളത് പോലെ ഇതിനകത്ത് ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആരുമില്ല. ഇത് ഓവർസീ ചെയ്യാൻ, ഇത് അപ്രൂവ് ചെയ്യാൻ, വാലിഡേറ്റ് ചെയ്യാൻ വേറൊരു തേർഡ് പാർട്ടി ഇല്ല. ഇത് ഈ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മുടെ ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്നതും വാലിഡേറ്റ് ചെയ്യുന്നതും ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ അതൊരു പുതിയൊരു ബ്ലോക്കായിട്ട് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ആ വെരിഫിക്കേഷൻ പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പ്രോസസ്സ് ഈ ക്രിപ്റ്റോ കറൻസി സിസ്റ്റത്തെ, ക്രിപ്റ്റോ കറൻസി നെറ്റ്വർക്കിനെ ഈ ഡബിൾ പേയ്മെൻറ്റ്സ്, ഒരു പേയ്മെൻറ്റ് 2 പ്രാവശ്യം, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ ഫേക്ക് ട്രാൻസാക്ഷൻസ്, അതുപോലെ സൈബർ അറ്റാക്സ്, ഇവയിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സേഫ് ഗാർഡ് ചെയ്യുന്നതും ഈ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ പുതിയ കോയിൻസ് ജനറേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ കണ്ടാണ് ഈ പ്രോസസ്സിൽ പുതിയ കോയിൻസ് ജനറേറ്റ് ചെയ്യും. ആ കോയിൻസ് ആണ് നമ്മൾ ഈ ആദ്യം ഈ പസിൽ സോൾവ് ചെയ്ത് ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന മൈനർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കുമ്പോഴാണ് ഇത് പുതിയ കോയിൻസ് ആ ക്രിപ്റ്റോ കറൻസിയുടെ സർക്കുലേഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ക്രിപ്റ്റോ കറൻസി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മൈനേഴ്സ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഈ മൈനിങ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടേഴ്സും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇതിന് കണ്ടമാനം എനർജി ആവശ്യമുണ്ട്, കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമുണ്ട്, അതിന് ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്.
അപ്പോൾ ആ കമ്പ്യൂട്ടിംഗ് പവറും എനർജി ഉപയോഗിക്കുന്നതിൻ്റെ റിവാർഡായിട്ടാണ് ഇത് റിവാർഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കോയിൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന കോസ്റ്റും അവർക്ക് കിട്ടിയ കോയിൻ്റെ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി കോയിൻസ് പലതും വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഷെയർ മാർക്കറ്റിലൊക്കെ ഷെയർസിൻ്റെ വാല്യൂ കൂടുന്നത് പോലെ, അല്ലെങ്കിൽ ഈ നമ്മുടെ നോർമൽ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്നത് പോലെ തന്നെ. അപ്പോൾ അതാണ് പിന്നെ ഇതിൻ്റെ പർപ്പസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്രിപ്റ്റോ മൈനിങ്ങിൻ്റെ പ്രാധാന്യങ്ങൾ, ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇതിൻ്റെ പർപ്പസുകൾ, ഒന്ന്, ഈ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് വേറെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരു ഡീസെൻട്രലൈസ്ഡ് എൻവയൺമെൻറ്റിൽ അത് വെരിഫൈ ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക, അത് ഒരു പുതിയ ബ്ലോക്ക് ചെയിൻ റെക്കോർഡായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ ആഡ് ചെയ്യപ്പെടുക. അത് ഒന്ന്. രണ്ടാമത്തേത്, പുതിയ കോയിൻസ് ജനറേറ്റ് ചെയ്യുക, മൈനേഴ്സിനെ റിവാർഡ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പറ്റം, ഈ മൈനിങ് പ്രോസസ്സാണ് ഒരു ക്രിപ്റ്റോ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനെ റൺ അത് നടന്നു പോകുന്നത് ഈ മൈനിങ് സിസ്റ്റം കൊണ്ടാണ്. അപ്പോൾ ഈ മൈനിങ് പ്രോസസ്സിൽ ഇത് ചെയ്യുന്ന വേറൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ ക്രിപ്റ്റോ കറൻസി സിസ്റ്റത്തെ സൈബർ അറ്റാക്സിൽ നിന്നും, ഡബിൾ പേയ്മെൻറ്റ്സിൽ നിന്നും, ഫേക്ക് ട്രാൻസാക്ഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേണം നമ്മൾ നിർത്താൻ. ഈ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ കറൻസീസ് അല്ലെങ്കിൽ മൈനിങ് പ്രോസസ്സുകളിൽ കണ്ടമാനം എനർജി ഉപയോഗിക്കപ്പെടും. അത് എൻവയൺമെൻ്റലിസ്റ്റുകളൊക്കെ വളരെയധികം എതിർക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പുതിയ ക്രിപ്റ്റോ കറൻസീസ്, അതുപോലെ ഈവൻ പഴയ ക്രിപ്റ്റോ കറൻസികളാണെങ്കിലും ഈ മൈനിങ്ങിന് പകരം, അല്ലെങ്കിൽ വളരെ എനർജി കുറച്ചുപയോഗിക്കുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് പവർ കുറച്ചുപയോഗിക്കുന്ന സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനും അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് ഈ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് അതുപോലെ എനർജി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് അത് എൻവയൺമെൻ്റലി അത് ഫ്രണ്ട്ലി അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ക്രിപ്റ്റോ കറൻസിയെ പറ്റി ഇത്രയുമാണ് പറയാനുള്ളത്. ഞങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസിയെ പറ്റി തന്നെ കൂടുതൽ വീഡിയോസ് ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. See you soon. Thank you.